കാസർഗോഡ് കാഞ്ഞങ്ങാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി, റോഡ് ഉപരോധിച്ചു. അവിടെ കൂട്ടിയിട്ടിരുന്ന ടയറുകൾ കത്തിക്കാനുള്ള ശ്രമമുണ്ടായി. അതിനിടയിൽ പോലീസ് ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് അവിടെ നീക്കുകയാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്ത പ്രവർത്തകരുമായി കടന്നുപോകാൻ ശ്രമിച്ച പോലീസ് വാഹനം പ്രവർത്തകർ തടയുന്നുണ്ടായിരുന്നു. അങ്ങനെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട്. ഷാഫി പറമ്പലിന് മർദ്ദനമേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധം കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിനിടയിലാണ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് അവിടെ മാർച്ച് നടന്നത്. അതിനിടയിലാണ് സംഘർഷം ഉണ്ടായത്. നിലവിലും സ്ഥിതിഗതികൾ ശാന്തമായിട്ടില്ല. ഈ ടയറുകൾ കൂട്ടിയിട്ട് കത്തിക്കാൻ പ്രവർത്തകർ ശ്രമിച്ചപ്പോൾ പോലീസ് അവിടെ ഇടപെടുകയായിരുന്നു. അവിടെ പ്രവർത്തകരെ പിടിച്ചു മാറ്റുകയായിരുന്നു. അതിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുണ്ട് കോൺഗ്രസിന്റെ. അവരെ അവിടെ നിന്ന് നീക്കാനുള്ള ശ്രമം നടക്കുകയാണ്. ഇപ്പോഴും സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ് കാസർഗോഡ് കാഞ്ഞങ്ങാട്. നേരത്തെ രാവിലെ കോഴിക്കോട് നഗരത്തിലും പ്രതിഷേധ പ്രകടനമുണ്ടായിരുന്നു. IG ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലും നേരിയ സംഘർഷമുണ്ടായിരുന്നു. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് ഇപ്പോൾ KPCCയുടെ ആഹ്വാനം ഉള്ളത്. ഉച്ചയ്ക്ക് ശേഷം 3 മണിയോടെ പേരാമ്പ്രയിലും വലിയ പ്രതിഷേധം നടക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അത് ഉദ്ഘാടനം ചെയ്യും. അങ്ങനെ സംസ്ഥാന വ്യാപകമായി ഈ ഷാഫി പറമ്പലിന് മർദ്ദനമേറ്റ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇപ്പോൾ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഒക്കെ. നേതാക്കളുടെ പ്രതികരണം ആ നിലയ്ക്കാണ്. ഈ സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഷാഫി പറമ്പലിനെ മർദ്ദിച്ചത് എന്നുള്ള ആരോപണം കോൺഗ്രസ് നേതാക്കൾ ഉയർത്തുന്നുണ്ട്. പല നേതാക്കളും അത്തരത്തിൽ പ്രതികരണം നടത്തുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ പ്രതിഷേധം നടക്കുന്നത്. കാസർഗോഡ് കാഞ്ഞങ്ങാട് നടക്കുന്ന പ്രതിഷേധത്തിൽ സംഘർഷാവസ്ഥ നിലനിൽക്കുന്നു. അരുൺ പാറക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, ഈ പ്രവർത്തകരെ മുഴുവനായി നീക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇപ്പോൾ സ്ഥിതിഗതികൾ ശാന്തമായിട്ടുണ്ട്. ഈ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് പ്രതിഷേധം അത് അവസാനിച്ചതായി ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ അറിയിച്ചിട്ടുണ്ട്. പ്രവർത്തകരോട് പിരിഞ്ഞു പോകാൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഈ റോഡ് ഉപരോധിച്ചു. ആ റോഡ് ഉപരോധിക്കുന്നതിനിടയ്ക്ക് ആരോ പെട്രോൾ ഒഴിച്ചതാണ് ഈ ഒരു സംഘർഷത്തിന് കാരണമായത്. അത് ആരാണെന്ന കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. പ്രവർത്തകരെയൊക്കെ തന്നെ അവിടുന്ന് റോട്ടിൽ നിന്ന് പിടിച്ച് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ സംഘർഷ സാധ്യത അവസാനിച്ചിട്ടുണ്ട്. അതായത് പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. പ്രതിഷേധം അവസാനിച്ചു. ഇനി പ്രതിഷേധങ്ങൾ തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാവും. ഇന്നത്തെ പ്രതിഷേധം താൽക്കാലികമായി ജില്ലാ പ്രസിഡന്റ് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി പ്രതിഷേധം അവസാനിപ്പിച്ചു. ആരെ പെട്രോൾ ഒഴിച്ചു? യുവജന സംഘടനയുടെ സമരമാകുമ്പോൾ പെട്രോൾ ഉണ്ടാവുമല്ലോ. ഈ ആള് പ്രവർത്തകർ ഇരിക്കുന്ന സമയത്ത് തന്നെ പ്രവർത്തകരുടെ അടുത്തേക്കല്ലേ പെട്രോൾ ഒഴിച്ചത്? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? എന്തായാലും ഉന്മേഷ സമരം ഇപ്പോൾ ഈ പ്രതിഷേധം ഇപ്പോൾ അവസാനിച്ചിട്ടുണ്ട്. റോഡ് ഗതാഗതം പഴയ പോലെ തന്നെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പോലീസും അവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ഇനിയൊരു സംഘർഷ സാധ്യത ഇല്ല എന്നാണ് പറയുന്നത്. നേരത്തെ ഈ പെട്രോൾ പ്രവർത്തകരും അതുപോലെ തന്നെ ടയറും ഒക്കെ അടുത്തടുത്തായിരുന്നു. ഇടയിലേക്കാണ് ഒരു അപകടകരമായ രീതിയിൽ ഈ പെട്രോൾ വീണത്. അതാണ് ഈ ഒരു സംഘർഷത്തിനും മുന്തും തള്ളിനുമൊക്കെ കാരണമായത്. പോലീസും സംയോജിതമായി ഇടപെട്ടു. പ്രവർത്തകരെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. ഉന്മേഷ്, ശരി. അരുൺ പാറക്കലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അതിപ്പോൾ ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട അതിന്റെ തീയതി അറിയിക്കുന്നുണ്ട്. ഇപ്പോൾ ഷഫീദ് റാവുത്തർ നവംബർ 5-ന് 2ാം ഘട്ട നിർമ്മാണ ഉദ്ഘാടനം മുഖ്യമന്ത്രി അത് നിർവഹിക്കും. തുറമുഖത്തിന്റെ 2, 3, 4 ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരുമിച്ച് നടത്താനാണ് തീരുമാനമെന്ന് കൂടി ഷഫീദ് റാവുത്തർ ഇപ്പോൾ അറിയിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.